വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരസ്പരം തുണയായിരിക്കുന്നതിനു വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ വ്യവസ്ഥിതിയാണ് വിവാഹം. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം മനുഷ്യനെ ഒരു കുടുംബം ആക്കി. ഉൽപ്പത്തി 2:18. എന്നാൽ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും തേങ്ങലും എല്ലാം കൊണ്ട് പല കുടുംബ ബന്ധങ്ങളും ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. ദിനംപ്രതി കൂടി വരുന്ന വിവാഹമോചനങ്ങളും കൂടിപ്പാർക്കലുകളും സ്വവർഗ വിവാഹങ്ങളുമെല്ലാം കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വവർഗ വിവാഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നീതിപീഠങ്ങളുടെ തീരുമാനങ്ങളും ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും എല്ലാം കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം എന്തെന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഭാര്യ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്ന പരീശന്മാർക്ക് യേശു നൽകുന്ന മറുപടിയാണ് ഈ വായനാ ഭാഗം. ഇവിടെ കർത്താവ് പറയുന്നത്, 1. വിവാഹം പുരുഷനും സ്ത്രീയും ഒരു ദേഹമായി തീരുന്നതാണ്. വാക്യം 5. വിവാഹം പുരുഷനും സ്ത്രീയുമായിട്ടുള്ളതാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് ഉണ്ടാക്കിയത്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് പരസ്പരം തുണയായിരിക്കുന്നതിനു വേണ്ടിയാണ്. ഉൽപ്പത്തി 2:18. അതോടൊപ്പം സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ചു പെരുകണം എന്നും കർത്താവ് ആഗ്രഹിച്ചു. ആദമിന് തുണയായി ദൈവം ഹവ്വയെ നൽകി. മനുഷ്യൻ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി. അതോടൊപ്പം മനുഷ്യൻ്റെ ദുഷ്ടതയും വർദ്ധിച്ചു. മനുഷ്യൻ്റെ ദുഷ്ടത കണ്ട ദൈവം മനുഷ്യനെയും സർവ്വജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഉൽപ്പത്തി 6:5-8 വരെ. ദൈവകൃപ ലഭിച്ച നോഹയിൽ കൂടി അതിനുള്ള പദ്ധതി ദൈവം രൂപപ്പെടുത്തി. നോഹയെ കൊണ്ട് ഉണ്ടാക്കിയ പെട്ടകത്തിൽ സകല ജീവികളിൽ നിന്നും പക്ഷികളിൽ നിന്നും 2 വീതം ആണും പെണ്ണുമായി പ്രവേശിപ്പിച്ച് രക്ഷിച്ചു. ഉൽപ്പത്തി 6:19. ആണും പെണ്ണുമായി 2 പെട്ടകത്തിൽ കടക്കുവാൻ അനുവദിച്ചത് തുടർന്ന് അവകൾ പെറ്റുപെരുകി വർദ്ധിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ഉൽപ്പത്തി 8:17. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന നോഹയോടും പുത്രന്മാരോടും പറയുന്നത് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുക എന്ന. ഉൽപ്പത്തി 9:1. ആണും പെണ്ണും എന്നത് ദൈവോദ്ദേശമാണ്. ആണും പെണ്ണുമായുള്ള കൂടിച്ചേരൽ കൂടി മാത്രമാണ് സന്താനങ്ങൾ ലഭിക്കുന്നത്. ആണും പെണ്ണും ചേർന്നതാണ് ആദ്യ വിവാഹവും ദൈവം സൃഷ്ടിച്ച ആദ്യ കുടുംബവും. ആണും പെണ്ണും ചേർന്നുള്ള സ്വവർഗ വിവാഹം ദൈവനിഷേധമാണ്, പ്രകൃതി വിരുദ്ധവുമാണ്. 2. വിവാഹ ജീവിതം ജീവിതാവസാനം വരെ, അതായത് മരണം വരെ തുടരേണ്ടുന്ന അനുഭവമാണ്. മത്തായി 19:6 വാക്യം. ഇവിടെ കർത്താവ് പറയുന്നത്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. വീണ്ടും കർത്താവ് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ട വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പൗലോസ് കൊരിന്തിയ വിശ്വാസികളോട് പറയുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞുവെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. 1 കൊരിന്ത്യർ 7:11 വാക്യം. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന പരീശന്മാരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി, പഴയ നിയമത്തിൽ ദൈവം കുടുംബജീവിതത്തെപ്പറ്റി നൽകിയ കൽപ്പനകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മത്തായി 19:6. ഉപേക്ഷണപത്രം കൊടുത്ത് വേർപിരിക്കാമോ എന്നതിന് കർത്താവ് പറഞ്ഞത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന. ആദിയിൽ എന്നത് മോശയ്ക്ക് മുമ്പിലുള്ള കാലമാണ്. മോശയ്ക്ക് മുമ്പുള്ള കാലമാണ്. പുരുഷൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യ ഉപേക്ഷിക്കുവാനുള്ള നിയമമുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ നിയമം അതല്ല. അതായത് വിവാഹം ആജീവനാന്തമുള്ള ഒരനുഭവമാണ്. ഭർത്താവും ഭാര്യയും പരസ്പരാശ്രയത്തിൽ ജീവിക്കേണ്ടവരാണ്.
പരസ്പര ആശ്രയം, പരസ്പരം കീഴടങ്ങുന്ന മനോഭാവത്തിലേക്ക് എത്തിക്കും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയുകയില്ല. ദൈവം കൂട്ടിച്ചേർത്തതിനെ മരണം വരെ വേർപിരിക്കാതെ സൂക്ഷിക്കുന്ന ദൈവ ശുശ്രൂഷയാണ് വിവാഹം. വിവാഹം എന്ന ദൈവിക ദാനത്തെ മരണം വരെ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥയാണ് കുടുംബജീവിതം. കുടുംബത്തെ ദൈവകൃപ എന്ന വലിയ ശക്തിയാൽ സ്നേഹത്തിന് ചാറ്റുകൊണ്ട് ബന്ധിച്ച് മുൻപോട്ട് പോകുവാൻ വിശ്വാസി തയ്യാറാകണം. കർത്താവേ, നീ എനിക്ക് തന്ന വിവാഹ ജീവിതം തകർന്നു പോകാതെ അന്ത്യം വരെ വിശുദ്ധിയിൽ തുടരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ജീവനോ മരണമോ ഏതായാലും